സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നത് നമുക്ക് നോക്കാം. വാതിൽപ്പടി സേവനം മുടങ്ങിയിട്ട് 2 ആഴ്ചയായി. റേഷൻ കടകളിലെ സ്റ്റോക്കൊക്കെ തീർന്നു തുടങ്ങിയെന്നാണ് വ്യാപാരികളും പറയുന്നത്. കരാറുകാർക്ക് നൽകാനുള്ള 3 മാസത്തെ കുടിശ്ശിക നൽകാത്തതാണ് വിതരണം നിലയ്ക്കാൻ കാരണം. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ റേഷൻ വിതരണം പൂർണ്ണമായും നിലയ്ക്കും. കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് നമുക്ക് എത്തുന്നു. ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ്. പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ, പണം കൊടുത്തു തീർക്കാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ കാണുന്നുണ്ടോ? സുജയ പാർവതി, ഗുഡ് ഈവനിങ്. സുജയ്ക്ക് ഓർമ്മയുണ്ടാവും, 2 മാസം മുൻപ് ഇതേ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ നമ്മൾ തത്സമയം ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ചർച്ച നടത്തി അന്നത്തെ സമരം, അനിശ്ചിതകാല സമരം നിർത്തിയതാണ്. അന്ന് 21 കോടി രൂപ തൽക്കാലത്തേക്ക് പ്രഖ്യാപിച്ചു. പക്ഷേ വീണ്ടും അതേ പ്രശ്നം ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ 3 മാസത്തെ കുടിശ്ശിക കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല. ഒപ്പം കഴിഞ്ഞ 1 വർഷത്തെ 10% തുക, അങ്ങനെ കണക്കുകൂട്ടിയാൽ ഒരു 78 കോടി രൂപ കുടിശ്ശിക വന്നിരിക്കുന്നു. അങ്ങനെയാണ് ജനുവരി 1 മുതൽ ഈ വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാർ അവരുടെ ജോലികൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ തീരദേശത്തുള്ള ഒരു റേഷൻ കടയിലാണ്. ഏറ്റവും കൂടുതൽ മുൻഗണനാ കാർഡുകൾ, അതായത് മഞ്ഞ, പിങ്ക് കാർഡുകൾ വരുന്ന ഒരു റേഷൻ കടയാണ്. ഈ റേഷൻ കടയുടെ അകത്തേക്ക് നോക്കിയാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാവും. സാധാരണ ഒരു 15-ാം തീയതിക്ക് ശേഷമാണ് ആളുകൾ റേഷൻ വാങ്ങാൻ വേണ്ടി കടകളിലേക്ക് ധാരാളമായിട്ട് വരും. ആ സമയത്ത് ഈ റേഷൻ കട നിറയെ അരിച്ചാക്ക് കാണേണ്ടതാണ്. അതായത് ഇതിൻ്റെ മെയിൻ ഡോർ വരെ അരിച്ചാക്കുകൾ നിറഞ്ഞിരിക്കേണ്ട സമയമാണ്. പക്ഷേ റേഷൻ കട കാലിയായി തുടങ്ങിയിരിക്കുന്നു. വരുന്ന ആളുകൾക്ക് റേഷൻ നൽകാനുള്ള സൗകര്യം, റേഷൻ സാധനങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പല കടകളിൽ നമ്മൾ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, അരിയുടെ സ്റ്റോക്കിൻ്റെ അവസ്ഥ എന്താ? ഇവിടെ 7 കാർഡിന് എ കാർഡുകാർക്ക് അരി കൊടുക്കാനുള്ള സ്റ്റോക്കുണ്ട്. 7 കാർഡിന് 7, അതായത് എ 30 കിലോ അരിയാണ് വേണ്ടി. അതായത് ഏറ്റവും മഞ്ഞ കാർഡ്, ഏറ്റവും താഴെയുള്ള കാർഡ്. അതിലിപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കടയിൽ 140 കിലോ ആണ് എ സ്റ്റോക്കുള്ളത്. ഇപ്പോൾ PHHന് ആകെ സ്റ്റോക്കുള്ളത് 8 kg ആണ്. അതായത് പിങ്ക് കാർഡ്, പിങ്ക് കാർഡിന് നമ്മൾ 4 കിലോ വെച്ചല്ല അരി കൊടുക്കുന്നത്. അങ്ങനെ 2 പേർക്ക് കൊടുക്കാനുള്ള അരിയുള്ളൂ. 2 പേർക്ക് കൊടുക്കാനുള്ള അരിയുള്ളൂ. പിന്നെ NPSന് NPNSന് കൊടുക്കാനുള്ള അരി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഉണ്ട്. അതായത് വെള്ള നീല കാർഡുകൾ അവർ കുറവായിരിക്കുമല്ലോ ഇവിടെ ഈ മേഖലയിൽ? ഇവിടെ വളരെ കുറവാണ്. ഇവിടെ അധികം PHH കാർഡും എ കാർഡും ഉണ്ട്. വരുന്ന ആളുകളോട് എന്താ ചേട്ടൻ പറയുന്നത്? അവിടെ സമരമാണ്. കരാറുകാർ തൽക്കാലം നിർത്തി വച്ചിരിക്കുന്നത്. അവർ അരി കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. ആരെങ്കിലൊക്കെ ദേഷ്യപ്പെടാറുണ്ട് ഈ വന്ന് മടങ്ങി പോകുന്നതുകൊണ്ട്? ആളുകൾക്ക് ഇത് ഒരു വിഷമമല്ലേ. കാരണം 2 ആഴ്ച 3 ആഴ്ച ആയിട്ട് ആൾ വന്ന് വണ്ടി മടങ്ങി പോകുമ്പോൾ ആൾക്ക് ഒരു വിഷമം തന്നെയാണല്ലോ. കാരണം ചിക്കുന്ന റേഷൻ കടയിൽ ആശ്രയിച്ചിട്ടാണ് ബീച്ച് ഏരിയയിലുള്ള ആൾക്കാർ മുഴുവൻ ഉള്ളത്. ഇപ്പോൾ ഇവിടെ അരി ഇല്ലയെന്നറിയുമ്പോൾ അടുത്ത ഷാപ്പ് പോയി നോക്കും. അവിടുത്തെ ഷാപ്പിൽ അരി ഉണ്ടെങ്കിൽ കിട്ടുക, അല്ലെങ്കിൽ മടങ്ങിപ്പോവും. തൊട്ടടുത്ത കടകളിൽ നമ്മൾ അന്വേഷിച്ചു, അവിടെ ഇതുപോലെ തന്നെയാണ് അവസ്ഥ. ഇവിടെ എല്ലാ കടയിലും സ്റ്റോക്ക് കുറഞ്ഞിരിക്കുന്നു. സ്റ്റോക്ക് ഇല്ല. ഇപ്പം ഇന്ന് നിൽക്കുന്നതിൽ ആകെ ഒരൊറ്റ കാർഡിനാണ് ഞാൻ ഇപ്പം അരി കൊടുത്തത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സമയത്ത് ആൾ ചേട്ടനാണ്? അതെ, നിങ്ങൾ നിൽക്കുന്ന ചേട്ടൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അതായത് വാതിൽപ്പടി സേവനം കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുന്നു അല്ലേ സിനോജ്? ആ സ്ത്രീക്ക് ഒരു 4 കിലോ അരി ഉണ്ട്, അതും കൊടുത്ത്. അതെ സുജയ, ഈ വാതിൽപ്പടി സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡൌണിൽ നിന്ന് ലോറിയിൽ അരി കയറ്റി റേഷൻ കടയിൽ ഇറക്കി കൊടുക്കുന്ന കരാറുകാരാണ്. അവർക്കാണ് വലിയ കുടിശ്ശിക വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും ആ വിതരണം നിർത്തിവെച്ചിരിക്കുന്നു. 78 കോടി എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, വലിയ ബാധ്യതയാണ്. പല ആളുകളും ലോൺ എടുത്താണ് ഇത് നടത്തിക്കൊണ്ട് പോകുക. തൊഴിലാളികൾക്ക് പണം കൊടുക്കണം, ലോറി വാടകയുണ്ട്, ഡീസൽ വാടകയുണ്ട്. അതൊക്കെ തന്നെ ലോണൊക്കെ തെറ്റി EMI ഒക്കെ തന്നെ മുടങ്ങിയിട്ട് സിവിൽ സ്കോറൊക്കെ മുടങ്ങിയ ആളുകളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് അവർ ശക്തമായ സമരത്തിലേക്ക് വീണ്ടും പോയിരിക്കുന്നത്. ഇത് ഓരോ 2 മാസം കൂടുമ്പോഴും വീണ്ടും സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്നാണ് കരാറുകാർ പറയുന്നത്. മറ്റൊരു കാര്യം, ഈ വരുന്ന 27 മുതൽ റേഷൻ വ്യാപാരികളും സമരത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് ജനുവരി മാസം എന്ന് പറയുന്നത് റേഷൻ വിതരണത്തെ പൂർണ്ണമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. 27 മുതൽ വേതന വർധന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു റേഷൻ വ്യാപാരികളും സമരത്തിലേക്ക് പോവുകയാണ്, കടയടച്ച്. അങ്ങനെ കണക്കാക്കിയാൽ റേഷൻ വിതരണം പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട വിഷയമാണ്, അടിസ്ഥാന വിഷയമാണ്, ഭക്ഷണത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടണം. ഈ തീരദേശ മേഖല പോലുള്ള മേഖലയിൽ ധാരാളം സാധാരണക്കാരുണ്ട്, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് റേഷൻ വാങ്ങുന്ന സമയമാണ്. അവർക്ക് യഥേഷ്ടം അരി കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ കാണിക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത്. മന്ത്രി GR അനിലിന്റെ അടക്കം പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് എന്ന് അറിയണം. 3 മാസത്തെ കുടിശ്ശികയുണ്ട്, അത് കൊടുത്തു തീർക്കാതെ ഇനി അവരോട് ചോദിക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മന്ത്രിയുടെ മുന്നിലേക്ക് ഈ വിഷയം നമ്മൾ എത്തിക്കും. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഫോളോ അപ്പുമായി നമ്മുടെ വാർത്താ സംഘം ഉണ്ടാകും.